ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ ഗാർഡനൊക്കെ ഒന്ന് കാണിക്കുകയാണ് കേട്ടോ. പുതിയ പുതിയ ചെടികളൊക്കെ ഉണ്ട്, അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ഞാൻ കാണിക്കുകയാണ്. അതിൻ്റെ മുന്നേ ഞാൻ എൻ്റെ വീട്ടിലെ കിളികളുടെ ഒരു കാര്യം പറയാം. നിങ്ങൾ കണ്ടില്ലേ ഇതാ കിളികളെ. ഇതിൽ ഞാൻ വാങ്ങി 3 കിളികളായിരുന്നു കേട്ടോ. ഇതിൽ ഇന്നലെ എൻ്റെ മകൻ ഒരു പണി ചെയ്തു. എന്താ ചെയ്തെന്ന് വെച്ചാൽ കൂടെ 3 കിളികളുണ്ടാകും. കൂട് തുറന്ന് വെച്ചിട്ട് അതിന് കിളികൾക്ക് ഭക്ഷണം വയ്ക്കാൻ വേണ്ടി നിന്നതാണ്. അതിലൊന്നും എല്ലാം ഇറങ്ങി അവനെയും പറ്റിച്ചിട്ട് പറന്നങ്ങോട്ട് പോയി. ഇപ്പോൾ ഇതാ ഇവരൊരു പെയർ മാത്രമേ ഉള്ളൂ. ഇത് ജെൻസാണ്, മെയിലാണ്. എൻ്റെ ഉള്ളിലുണ്ടിക്കുന്നുണ്ട് ഒരുത്തി ഫീമെയിൽ. ഇവർ മാത്രമേ എന്നെ ഇപ്പോൾ ഉള്ളൂ കിളികൾ. ഇതാണ് ഞാൻ പറയാമെന്ന് വിചാരിച്ച കാര്യം കേട്ടോ, വേറെ ഒന്നുമല്ല. ഇപ്പം ഇനി നമുക്ക് മേലെ പോയി, വീടിൻ്റെ മേലെ കയറിപ്പോയി ഞാൻ എൻ്റെ ചെടികളും ഗാർഡനൊക്കെ ഒന്ന് കാണിക്കാം. ഇതൊക്കെ ഞാൻ ഫസ്റ്റിലേ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ചെടികളിലൊക്കെ ഇത് തുളസിയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു തുളസിയാണ് കേട്ടോ, നല്ല മണമുള്ളൊരു തുളസിയാണ്. താമര കണ്ടില്ലേ, താമരയ്ക്ക് നല്ല ഇലയൊക്കെ ഉണ്ട്, പക്ഷെ ഇതുവരെ ഇവരൊരു പൂവ് മൊട്ടും വന്നിട്ടില്ല കേട്ടോ. ഞാനങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എപ്പോഴെങ്കിലും ഒരു പൂവ് വരുമോയെന്ന്. ഇത് എൻ്റെ ഒരു പുതിയ ചെടിയാണ്. ഇതിൽ മൊട്ട് വന്നിട്ടുണ്ടോ, ഇതെന്ത് കളറാണെന്ന് അറിയില്ല. പൂവ് വെള്ളയാണോ വേറെ വല്ല കളറാണോ ഒന്നും അറിയില്ല. നമ്മളെ മഞ്ഞ ജമന്തിയാണ് കേട്ടോ, നല്ല പൂത്ത് നിൽക്കുന്നുണ്ട്, നിറയെ മുട്ടുമുണ്ട്. ഇത് ഞാനിപ്പോൾ പുതുതായിട്ട് വാങ്ങിയിട്ടുള്ള ഒരു മഞ്ഞ റോസിൻ്റെ ചെടിയാണ് കേട്ടോ. ഇപ്പോഴാണ് ചമച്ച് വരുന്നത്, കണ്ടില്ലേ. ഇതൊരു റോസിൻ്റെ ചെടിയാണ്, ഇപ്പോൾ വാങ്ങിയതാണ്. മുന്നേ ഞാൻ പല കളറിൽ വേറെ റോസൊക്കെ വാങ്ങിയായിരുന്നു, അതൊക്കെ പോയി എൻ്റെ. ഇപ്പോൾ ഇതൊന്നും 2 പുതുതായിട്ട് വാങ്ങി വെച്ചിരിക്കുകയാണ്. ഇത് നമ്മൾ നാടൻ റോസാണ് കേട്ടോ, സാധാ നാടൻ റോസ്. നമ്മൾ അരളി. ഇതിപ്പോൾ വാങ്ങിയ പുതിയ ടൈപ്പ് ഒരു ജമന്തിയാണ് കേട്ടോ, ഉണ്ടല്ലേ. ഇതൊരു വേറെ ടൈപ്പ് ഒരു മുരിങ്ങ മരമാണ് കേട്ടോ. മുരിങ്ങയുടെ വലിയ കായ ഉണ്ടാവണമെന്നാണത്. ഇതൊരു മുരിങ്ങ കായൊക്കെ ആണല്ലേ. എനിക്ക് ഗ്രോ ബാഗിലാണ് ഇട്ട് വെച്ചിട്ടുണ്ടല്ലേ. നിറയെ ഉണ്ട് കേട്ടോ, മുരിങ്ങക്കായ ഉണ്ടാവുന്നുണ്ട്. ഇനി വലുതാവുമെന്ന് അറിയില്ല. തുമ്പിലൊക്കെ കണ്ടില്ലേ, കാണാനല്ലേ. അതൊക്കെ മുരിങ്ങക്കായാണ്, തുമ്പിലും ഉണ്ട്, കണ്ടില്ലേ. ഇത് കണ്ടില്ലേ, ഇത് നമ്മളെ വീട്ടിൽ നിന്ന് നാട്ടിൽ നിന്ന് കൊടുക്കുന്നൊരു നാടൻ ചെമ്പരത്തിയാണ്. ചുവന്ന കളറിൻ്റെ നാടൻ ചെമ്പരത്തിയാണ് കേട്ടോ. വലുതായി വരണേ ഉള്ളൂ, കണ്ടില്ലേ. പൂവുണ്ടായിട്ടൊന്നുമില്ല. ഇതൊരു ടൈപ്പ് ചെമ്പരത്തിയാണ് കേട്ടോ. പക്ഷെ പൂവ് കണ്ടില്ലേ, നിറയെ പൂവുണ്ട്, നിറയെ പൂവുണ്ടായി. ഇത് ഞാൻ പ്രത്യേകിച്ച് ഒരു വളം ഇടണില്ല കേട്ടോ. ഇനി നമ്മൾ ഇടുന്നത് വെറും ചാണകപ്പൊടി മാത്രമാണ്, വേറെ ഒന്നും ഞാൻ ഇതിലിടണില്ല ഈ ചെടിക്ക്. ഇതൊരു ചെമ്പരത്തി, ഇതിനും അതേപോലെ തന്നെ. ഇത് ഞാനൊരു വെറും ചാണകപ്പൊടി മാത്രം ഉപയോഗിച്ചിട്ടുണ്ടാക്കണം ചെയ്യുന്നതാണ് കേട്ടോ. വേറെ ഒരു വളമൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല. വെള്ളം ഒഴിച്ചു കൊടുക്കും ഞാൻ, നല്ല വൈകുന്നേരം നിറയെ വെള്ളം ഒഴിച്ചു കൊടുക്കും.
ഇത് കണ്ടില്ലേ എൻ്റെ വെറ്റില ചെടി ഞാൻ മേലേക്ക് കയറ്റി പന്തലൊക്കെ ചെറിയൊരു പന്തലൊക്കെ പലയൊക്കെ അടിച്ച് റെഡിയാക്കി കൊടുത്താണ് കേട്ടോ. കട്ട് ചെയ്ത് കളഞ്ഞു. മറ്റോ നിറയെ പൊന്ത പിടിച്ചിട്ട് ആകെ ഇതായിരുന്നു, നിറയെ ഉണ്ടായിരുന്നു. അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് ഞാനത് മേലേക്ക് പിടിച്ച് കെട്ടി ഒരു മരത്തിൻ്റെ പലക കൊണ്ടൊക്കെ ഇങ്ങനെ അടിച്ച് റെഡിയാക്കി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിൽ തന്നെ പടർന്ന് കയറി കണ്ടില്ലേ. ഇതിൽ കണ്ടില്ലേ ഒരു ഇതെന്താണെന്നറിയില്ല, അതുകൊണ്ട് പൂവാണോ അതിൻ്റെ എന്താണെന്നറിയില്ല. ഈ വെറ്റിലേമ്പിൽ ഉണ്ടാവണതാണ് കേട്ടോ, എന്താണെന്നറിയില്ല. ഇതുമ്പോഴേക്ക് ഇപ്പോൾ ഇതുമ്പോഴേക്ക് തന്നെ ഇതുമ്പോഴേക്കും കയറുന്നുണ്ട് കണ്ടു. ഈ വേദമ്പോഴേക്ക് കയറുകയാണ് ഇപ്പോൾ. ഇത് ഞങ്ങളുടെ മുരിങ്ങമരം കണ്ടില്ലേ, നിറയെ മുരിങ്ങക്കായൊക്കെ നിറയെ ഉണ്ടായിരുന്നു. ഒക്കെ കൊടുത്തു ഞാൻ. പിന്നെ ഇത്രയും നമുക്ക് ഒരുപാട് മുരിങ്ങക്കായൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾക്ക് കഴിക്കാനൊന്നും നമുക്ക് പറ്റില്ല. മുരിങ്ങക്കായ നിറയെ ഉണ്ട് കേട്ടോ അല്ലേ. ഇപ്പം ഇങ്ങനെ ഉണ്ടായി വരണേ ഉള്ളൂ. അത്യാവശ്യം നല്ല വലിപ്പമുള്ള കായ തന്നെയാണ്. ഇതാണ് എൻ്റെ ചെറിയൊരു ഗാർഡൻ കേട്ടോ. വാടാമല്ലി കണ്ടില്ലേ. അപ്പോൾ ഇതൊക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ, എൻ്റെ ഈ ഗാർഡനും എൻ്റെ ഈ വീഡിയോയും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് കമൻറ്റൊക്കെ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ ചാനലൊന്ന്. അപ്പോൾ ഞാൻ വീഡിയോ നിർത്തുകയാണ്. ബൈ, താങ്ക് യു.